ഇവിടെ നമ്മൾ റെസിസ്റ്ററിനെ ഒരു എ സി സോഴ്സുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു എ സി സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വോൾട്ടേജ് സമയത്തിനനുസരിച്ച് വേരി ചെയ്യുന്ന വോൾട്ടേജ് ആയിരിക്കും. ഇങ്ങനെയാണ് ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന്റെ ഇക്വേഷൻ വരുന്നത്. ഇവിടെ V0 എന്ന് പറയുന്നത് വോൾട്ടേജിന് കിട്ടാവുന്ന മാക്സിമം വാല്യൂ ആണ്. Vs എന്ന് പറയുന്നത് വോൾട്ടേജിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിനെയാണ് കാണിക്കുന്നത്. ഇതൊരു സൈൻ ഫംഗ്ഷൻ ആയതിനാൽ ഇതിന്റെ ഗ്രാഫ് ഈ രീതിയിൽ ഒരു സൈൻ വേവ് ആയിരിക്കും. ഇവിടെ വോൾട്ടേജ് ഒരു പോസിറ്റീവ് മാക്സിമത്തിന്റെയും നെഗറ്റീവ് മാക്സിമത്തിന്റെയും ഇടയിൽ ഓസിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ടൈം ആക്സിസിനെ മുന്നിലേക്ക് മൂവ് ചെയ്യുകയും ശേഷം വ്യത്യസ്തമായ സമയങ്ങളിൽ y ആക്സിസിലെ വോൾട്ടേജിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ വോൾട്ടേജ് കൃത്യമായി ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ടൈം ആക്സിസിനെ മുന്നിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ y ആക്സിസിൽ വോൾട്ടേജിന്റെ വാല്യൂ കൂടി വരികയും അത് മാക്സിമം ആവുകയും പിന്നീട് അത് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ടൈം ആക്സിസിനെ മുന്നിലേക്ക് മൂവ് ചെയ്യിക്കുന്നതിന് പകരം ഗ്രാഫിനെ ഈ രീതിയിൽ പുറകിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോഴും നമുക്ക് ഈ ഓസിലേഷൻ കാണാൻ സാധിക്കും. ഇവിടെയുള്ള ആരോ മാർക്ക് ഈ ഓസിലേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ആരോ മാർക്കിന്റെ ലെങ്ത് സൂചിപ്പിക്കുന്നത് Vsനെയാണ്, അതായത് വോൾട്ടേജിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിനെയാണ്. ഇപ്പോൾ അതൊരു നെഗറ്റീവ് വാല്യൂ ആണ്. പിന്നീട് പോസിറ്റീവ് മാക്സിമത്തിലേക്ക് പോകുന്നു. ശേഷം 0, നെഗറ്റീവ് മാക്സിമം, പോസിറ്റീവ് മാക്സിമം, 0, നെഗറ്റീവ് മാക്സിമം, ഈ രീതിയിലാണ് അത് ഓസിലേറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വോൾട്ടേജിന്റെ ഈ ഓസിലേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒമേഗയാണ്. ഒമേഗ നമുക്ക് തരുന്നത് റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ഒരു ഫുൾ ഓസിലേഷൻ എന്ന് പറയുന്നത് 2π റേഡിയന് ഈക്വൽ ആണ്. ഇതിനെയാണ് നമ്മൾ ഫേസ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 10 ഓസിലേഷൻസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 2π ടൈംസ് 10 റേഡിയൻസ് പെർ സെക്കൻഡിന് ഈക്വൽ ആയിരിക്കും. എന്നാൽ ഒരു സെക്കൻഡിൽ f ഓസിലേഷൻസ് ആണ് ഉള്ളതെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് 2πf റേഡിയൻസ് പെർ സെക്കൻഡ് ആയിരിക്കും. അടുത്തത് നമ്മൾ കറന്റിന്റെ ഇക്വേഷൻ ആണ് നോക്കുന്നത്. ഓംസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറന്റിനെ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുന്നു. ഇക്വേഷൻ പറയുന്നത് ഇത് ഒരു സൈൻ ഫംഗ്ഷൻ ആയതിനാൽ കറന്റും സമയത്തിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട് എന്നാണ്. സൈൻ ഫംഗ്ഷന് ശേഷം എഴുതുന്ന ഈ എക്സ്പ്രഷനെയാണ് ഫേസ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ കറന്റിന്റെയും വോൾട്ടേജിന്റെയും ഫേസ് ആംഗിൾ ഒമേഗ ടി ആണ്, അതായത് രണ്ടും സെയിം ആണ്. ഒമേഗ ടിയുടെ വാല്യൂ 0 ആണെങ്കിൽ Vsഉം 0 ആയിരിക്കും, അതുപോലെ കറന്റും 0 ആയിരിക്കും. ഒമേഗ ടി 90 ഡിഗ്രി ആവുമ്പോൾ വോൾട്ടേജും മാക്സിമം ആവുന്നു, അതുപോലെ കറന്റും മാക്സിമം ആയിരിക്കും. ഇവിടെ ഈ ടേം മാക്സിമം കറന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. വോൾട്ടേജ് മാക്സിമം ആവുമ്പോൾ കറന്റും മാക്സിമം ആവുന്നതിനാലും വോൾട്ടേജ് മിനിമം ആവുമ്പോൾ കറന്റും മിനിമം ആവുന്നതിനാലും ഇങ്ങനെയാണ് കറന്റിന്റെ ഗ്രാഫ് വരുന്നത്. ഗ്രാഫിനെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ വോൾട്ടേജും കറന്റും ഒരേ സമയം അവയുടെ മാക്സിമത്തിലേക്കും 0യിലേക്കും എത്തുന്ന രീതിയിൽ ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.